ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത. അരൂരിൽ നടുറോഡിൽ ബസ് നിർത്തിയിട്ട് KSRTC ജീവനക്കാർ. ബൈക്ക് യാത്രക്കാരനുമായുള്ള തർക്കത്തിനിടെ ബസ് നടുറോഡിൽ നിർത്തിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവം നടന്നത് ഇന്നലെയാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇന്നലെ എപ്പോഴായിരുന്നു ഈ സംഭവം? യാത്രക്കാരൊക്കെ അപ്പോൾ ഈ ബസ്സിൽ ഇങ്ങനെ കാത്തു കിടക്കുകയായിരുന്നു. നടു റോഡിൽ എന്ന് പറയുമ്പോൾ മറ്റ് വാഹനങ്ങൾക്കൊക്കെ തടസ്സമുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗതാഗത തടസ്സം അല്ലെങ്കിൽ തന്നെ അവിടെ രൂക്ഷമാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. അശ്വിൻ, അനുജ, തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ്. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഈ യാത്രക്കാരുമായി അരൂർ എത്തിയപ്പോഴാണ്, നമുക്കറിയാവുന്ന പോലെ അരൂർ റോഡ് നിർമ്മാണം നടക്കുകയാണ്. അതിൻ്റേതായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്, ഗതാഗത കുരുക്കുണ്ട്. ഇപ്പോൾ മഴ കൂടി പെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുമുണ്ട്. വാഹനങ്ങൾ പോകുന്ന വഴി സ്വാഭാവികമായും ചെളിവെള്ളം തെറിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ സ്കൂട്ടർ യാത്രികരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിച്ചതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കം അത് ഈ സ്കൂട്ടർ യാത്രികരും ബസ്സിലെ ഡ്രൈവറുമായി നടന്നു. അതിൻ്റെ പേരിലാണ് ഈ ബസ് നടുറോഡിൽ നിർത്തിയിട്ട് കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത് വലിയൊരു പ്രതിഷേധത്തിന് ഇന്നലെ അവിടെ ഇടയാക്കുകയും ചെയ്തു. യാത്രക്കാരും നാട്ടുകാരും പ്രതിഷേധിച്ചു. വലിയ തിരക്കുള്ള പാതയാണ്, അവിടെ നിരവധി വാഹനങ്ങൾ, ബസ്സുകളടക്കം പോകുന്ന വഴിയാണ്. ഈ KSRTC ബസ്സിന് പിന്നിൽ ഒരുപാട് വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കിടന്നു. ഈ രണ്ടുപേരും പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ബൈക്ക് യാത്രയ്ക്കെതിരെ പരാതി നൽകാൻ. പക്ഷേ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ബസ്സിലുണ്ടായിരുന്ന ആളുകളുമായും നാട്ടുകാരുമായും പോലീസ് സംസാരിച്ചു. ഈ ബസ് ജീവനക്കാരുടെ പരാതി അതിൽ കഴമ്പില്ല എന്ന പോലീസിന് മനസ്സിലായി. അതായത് വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പേരിൽ ഈ രണ്ടുപേരും അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. എന്തായാലും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ സമയം നഷ്ടം, അവിടുത്തെ ഗതാഗത കുരുക്ക് വലിയ തോതിലുണ്ടായി. നാട്ടുകാർ പ്രതിഷേധിച്ചു. നിലവിൽ ഇപ്പോൾ വകുപ്പ് തല നടപടി അവർക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ മറ്റ് യാത്രക്കാർക്ക്, ഒപ്പം തന്നെ ആ ബസ്സിലിരുന്ന യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി KSRTC ജീവനക്കാരുടെ നടപടി. ബൈക്ക് യാത്രക്കാരനുമായി തർക്കമുണ്ടാകുന്നു. നടു റോഡിൽ ബസ് നിർത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആ തർക്കത്തിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുന്നു. ഇപ്പോൾ വകുപ്പ് തല നടപടി ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ ഉണ്ടാകുമെന്നതാണ് അശ്വിൻ പാലാഴി നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.